പ്രസിദ്ധമായ കിതാബാണ്. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു ആണ് ഇതിൻ്റെ മുസന്നിഫ്. ഗസാലി ഇമാമിൻ്റെ കാലശേഷം ഇന്ന് വരെയുള്ള ലോകത്തിലുള്ള മുഴുവൻ ഔലിയാക്കളും ഇത് ഓതാണ്ട് വലിയച്ചില്ല എന്നാണ്. അത്രത്തോളം പ്രാധാന്യം കൊടുത്തു. അതുപോലെ യാഫിയ കിതാബ് അങ്ങനെ. യാഫിയ കിതാബ് മൃഗം പിടിച്ചത് 300 വിലായത്ത് കിട്ടിയെന്നാണ് ആറ്റശ്ശേരി ഉസ്താദ് ഒരിക്കൽ പറഞ്ഞത്. നമ്മളെ ആറ്റശ്ശേരി ഉസ്താദില്ലേ ഇപ്പം കക്കടിപ്പുറത്തോറെ മുഹിബാന്നില്ല, നല്ല ടോപ്പിക്കുള്ള മുദരിസല്ലേ അങ്ങനെ മുഹമ്മദ് കുട്ടി അപ്പുറം എന്നോട് പണ്ടാദ്യമായി കണ്ടു, ഇതെന്താ നിങ്ങൾ ജാഫിയ കാട്ടിയത്? പണ്ട് ജാഫിയ ഓതിയിട്ട് മുക്കാൽ ഭാഗം എത്തിയിട്ട് ഹജ്ജിൻ്റെ സീസൺ വന്നു പോയി. അപ്പം ഹജ്ജിന് പോക്ക് വന്നപ്പോൾ അവിടെ കട്ടായി, പിന്നെ തുടരാൻ കഴിഞ്ഞില്ല. കണ്ടവിടെ വെച്ചു, നിങ്ങൾ എന്താ ജാഫിയ കാട്ടിയത്? ഞാൻ നിശാല പൂർത്തിയാക്കാം. എന്തോ ഒരു കശ്മ പോലെ എന്താ പറഞ്ഞത്, ജാഫിയ മുഖം പിടിച്ച് 300 വിലായത്ത് കിട്ടിയത്. ഇപ്പം അബുദാബി ജീവിച്ചിരിക്കുന്ന വലിയ 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 മഹാനുണ്ട്. അഹമ്മദ് സഖാഫ് റളിയല്ലാഹു അൻഹു ഹദ്ദാർ തങ്ങളെ മുജാപ്പിളായിരുന്നു. ഹദ്ദാർ തങ്ങളെ വലിയ 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 കറാമത്തുകൊണ്ട് അറിയപ്പെട്ടവരല്ലേ. ഒരു ദ്വാക്കിജാബത്തോണ്ട് മഷഹൂറാണ് അവിടെയല്ല. നമ്മൾ കാണുമ്പോഴൊന്നുമല്ല, മൂപ്പർ അതിൻ്റെ സ്പെഷ്യലിസ്റ്റാണ്. ആര് ഓതാൻ പോയാലും ഇത് 2 കൊല്ലം കൊണ്ട് അതിൽ ഓതി കൊടുക്കില്ല, അങ്ങനെ തഹക്കീക്കാക്കിയിട്ട് ഓതി കൊടുക്കില്ല. അങ്ങനെ അബ്ദുൽ ഹക്കീം അനീസ് തങ്ങളും പറഞ്ഞാൽ തന്നെ, അബ്ദുൽ സമി അനീസും പറഞ്ഞാൽ തന്നെ. ചുരുക്കത്തിൽ എന്തുണ്ട്, ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാവരും എന്താ ഇപ്പം ഇതിന്ന് പിള്ളേർ വന്ന് കിട്ടാല്ലേ, പിള്ളേർ വന്ന്. അപ്പോൾ പിള്ളേർക്ക് എന്താ വേണ്ടി ലോഡിങ് തലി വെച്ച് കൊടുക്കാൻ വേണ്ടി വലിയ കിത്താൻ വന്ന് ഇപ്പം ജാഹലിയങ്ങൾക്കാണെങ്കിൽ മിസ്കാത്തയുടെ തലി വെച്ച് കൊടുക്കണം. അല്ല സഹാറം പൊറി ബുഖാരി അതുവിൽ തന്നെ, പക്ഷെ താഹിറിലും വലിപ്പം കാണണ്ടേ. അപ്പം പേജ് കുറവാണെങ്കിൽ നിസ്സാരമായി കാണണ്ട. നമ്മൾ ഇന്നടക്ക് ഓതിയ 3 ഔലിയാക്കന്മാർ അന്ന് കോഴിക്കോട്ടെ ജിഫിരി, അതുപോലെ തന്നെ വേറെ 2 ആളും കൂടിയിട്ട് മദീന ഷരീഫിൽ വെച്ചിട്ട് ബിദാത്തുൽ ഹിദായ വളഞ്ഞു നിന്നിട്ട് ഓതാൻ തീരുമാനിക്കുന്ന സമാപനത്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യഖളത്തുള്ള റുയ്യത്തുണ്ടായിരുന്നതാണ്. അവർക്ക് വലിയ പദവി കിട്ടിയ ആളാണ്. അപ്പോൾ ഇപ്പോഴുള്ള മശായിഖന്മാർ മുഴുവനും ബിദാത്തുൽ ഹിദായ തുടങ്ങണമെന്ന് പറഞ്ഞ് അവരോട് ഇജാസത്തും വാങ്ങിയിട്ട് നമ്മൾ ഒരു കോപ്പി അവിടുന്ന് ഒരു ട്രപ്പ് അടത്ത് വിട്ടു. അഹമ്മദ് സാലിസ്ഥാനെ കൂട്ടിയിട്ട് ദ്വാരിപ്പിച്ചിട്ട് ഇജാസത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നാട്ടിൽ പേര് തുടങ്ങണമെന്ന് ഒന്നിനെ പറഞ്ഞു. 200 പേജിൽ ഇപ്പം എന്താ ഒരു 40 സൗക്കുണ്ടായാൽ ഒരു വക കൊണ്ടുപോവുക. അപ്പോൾ അത് ഓരോരുത്തർ നമ്മുടെ ഡ്യൂട്ടി നിർവഹിക്കുകയാണ്. കിതാബ് ഉള്ളിടത്തോളം പൊടി. ഇനി ഒരുപാട് ഷുറൂഹുകൾ ഇപ്പം നിലവിലുണ്ട്. അൽ കിഫായ ഉണ്ട്, ഇബ്രാസുൽ നിനായ ഉണ്ട്, മളാക്കിൽ ഉബൂദിയ്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 11-ാം പേജിലതാ അതിനെ പറ്റിയിട്ടില്ലേ. ഈ കിതാബിൻ്റെ പേജിൽ 11-ാം നമ്പർ. അതിപ്പോൾ നോക്ക് സമയം. ബൈന യദൈൽ കിതാബ് ഒന്ന് നോക്കറാ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി വമൻ വാലാഹ്. എന്താ ബൈന യദൈൽ കിതാബ് എന്ന ഈ കിതാബിനെ പറ്റി ഒരു പരിചയപ്പെടുത്തൽ. ഇത്ര ചെറുതാവുന്നു, അത് നമ്മളെ ഗെയിമിൽ ഡയറിയുടെ വലിപ്പം പോലില്ലല്ലോ. അപ്പോൾ ഇതെന്താ ഉള്ളതെന്ന് തോന്നണ്ട. ഇഹജാലുമ്മദ്ദീൻ ഓതാൻ കഴിയാത്താക്കി ഇത് മാത്രം ഓതി ഹൈജ ഓതിയ ഫലം കംപ്ലീറ്റ് ഉണ്ടാവും. അതിൻ്റെ ചെറിയൊരു മുഖ്തസർ എന്ന് പറയാം. ഇതിൻ്റെ ഒരു വ്യാഖ്യാനമാണ് ഈ ഹൈജയിലുണ്ടാകുന്നത്. നമ്മൾ ചിലത് പറയും ഇതിൻ്റെ പൂർണ്ണ വ്യാഖ്യാനത്തിന് ഹൈജ നോക്കുക. അമ്മാ ബഅദു ഫഇന്ന ബിദായത്തുൽ ഹിദായത്തി ഇസ്മുൻ താബക മുസമ്മാഹു എന്നാണ് പറഞ്ഞു. എന്തുകൊണ്ട് ഹിദായത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം ഉണ്ടല്ലോ, അതിൻ്റെ ബിദായത്ത് തുടക്കം എവിടെ വെച്ചായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്നാണ് പറയില്ലേ. നിഹായത്തിന് അറ്റയില്ല.
ജിഹാദത്തിനിടെ ഏറ്റുണ്ടാകല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഹിദായത്തിൻ്റെ തങ്ങ പിന്നെയും കയറിക്കൊണ്ടിരിക്കലായിരുന്നു. ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹ് ഫബിഹുദാഹു മുഖ്തദിഹ്. ഏറി പറഞ്ഞാൽ എന്താക്കുന്നു, അറ്റം ഉണ്ടെന്ന് പറയുന്നിടത്തേക്ക് വിലായത്ത് കുബ്രയിലേക്ക് മാത്രം എത്തുന്നു. നുബുവ്വത്തും റിസാലത്തും എന്തല്ല മുക്തസബല്ല. അവ അധ്വാനം കൊണ്ട് എത്തിച്ചേരുന്ന ആണെങ്കിൽ വിലായത്തുൽ കുബ്രയിലേക്ക് എത്തിയാലെന്നുണ്ട് അവിടെ അവസാനിച്ചു. ആ മേഖലയിൽ ഇങ്ങനെ കറങ്ങാന്നല്ലാണ്ട് നുബുവത്തിലേക്ക് എത്തൂല. അതാ അപ്പം അതിൻ്റെ പേരും അതിനുള്ള മാറ്റം ഒത്തിട്ടുണ്ട്. ഇസ്മും മുസമ്മിയും കൂടെ ഒത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഹിദായത്ത് ഉദ്ദേശിക്കുന്ന ആൾ ഈ ഹിദായത്തിൽ ഞാൻ പറ്റൂല. അള്ളാഹുവിനെ കൊള്ള അണഞ്ഞു ചേരുന്ന ഒരു സാലിക്കിന് വഴിയോരങ്ങളിൽ എന്താക്കും, പ്രകാശം പരത്തുന്ന ഒരു ചൂട്ട് എന്നാ പറയുക. നമ്മൾ അല്ലിക്കാലത്ത് പറഞ്ഞ ടോർച്ച് എന്ന് പറഞ്ഞു, വഴി കാണിച്ചു തരാനുള്ള. ജനാഹു ദാനിലിൽ മുഖത്തഫീൻ, ഒരു പഴം പറിച്ചെടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം താണ് കിടക്കുന്ന കൊമ്പാട് എന്നാണ് പറഞ്ഞത്. കൊക്കട്ടി പറിക്കാൻ വേണ്ട, മാർത്തം വഴി മുകളിൽ കയറാൻ വേണ്ട, കുലുക്കേണ്ട ഒന്നുമില്ല, ഗെയിമം തന്നെ പറിച്ചെടുക്കാം. എന്നുവെച്ചാൽ അത്രയും ഉപയോഗിക്കാൻ എളുപ്പമുള്ള കിതാബാണ് താനും. അതിനോരോ മജാസായ പ്രയോഗം. വമൻഹലുഹു അദബുൻ സായിഖുൻ ലിൽ മുതഅത്തിശീൻ, അതിരറ്റ് ദാഹമുള്ള ആളുകൾക്ക് ഇതിൻ്റെ വെള്ളം ശുദ്ധജലമാണ്, രുചികരമായ ശുദ്ധജലമാണ് ഇതിൻ്റെ വെള്ളം. തതഫജ്ജറു മിൻ നുസൂസി അനാബിഉൽ ഖൈർ, അതിൻ്റെ ഓരോ വരികളിൽ കൂടി എന്താകും, ഖൈറിൻ്റെ ഉറവിങ്ങനെ പൊട്ടിയൊലിക്കുകയാണ്. വതസുബ്ബു മുസ്നത്തു ഹികമിഹി ഫി ഔദിയത്തിൽ ഇസ്തിഖാമ, ഇസ്തിഖാമത്തിൻ്റെ മേഖലയിൽ അതിൻ്റെ തോടുണ്ടല്ലോ, നീർച്ചാലുകൾ, അതിനെന്താക്കും, ഇതിൻ്റെ മേഘത്തിൽ കൂടി വെള്ളം അടിച്ച് ചൊരിയുകയാണ്. അപ്പം എന്തിനല്ലാടാ ഉമ്മച്ചയുടെ മുമ്പ് മജാസായിട്ട് പ്രയോഗിച്ചത്. കൈഫല, എങ്ങനെ അങ്ങനെയൊന്നും ആകാതിരിക്കുക. മുഹബ്ബിർ തുറൂസിഹി, ഇതിൻ്റെ വരി എഴുതിയ ആളാരെന്നറിയോ, അൽ ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം വനിബ്റാസുൽ അഅലാം അബൂ ഹാമിദിൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു ആണ് ഇതിൻ്റെ ഗ്രന്ഥകർത്താവ്. ചിലരുടെ വിഷയത്തിൽ ലൈഫാന്ന് പറഞ്ഞേക്കും. അത് ലൈഫാണോ ഇല്ലെന്നോ നമുക്ക് തീരുമാനിക്കാം. അല്ലദീ ഇന്നഖദത്തിൽ ഖനാസിർ അലാ ഉലൂബി കഅബിഹി, മൂപ്പരുടെ സ്ഥാനം വളരെ ഉയർന്നതാണെന്ന് ലോകത്ത് മുഴുവനും അംഗീകാരം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവന് അത് കുറ്റം പറഞ്ഞുകൊണ്ടൊന്നും ഇമാമിനൊരു കുറവും വരാനില്ല. ഹദീസ് അറിഞ്ഞുകൂടാന്നെല്ലാം പറയും. അതിനെപ്പറ്റി മൂപ്പര് മറുപടി പറയുന്നുണ്ട്. ഓറന്നെ പറഞ്ഞു നമുക്ക് ഹദീസ് അറിഞ്ഞൂടാ. എന്താന്ന് ഏതോ ഒരു കാര്യത്തിൽ മൂപ്പര് വിനയത്തിൻ്റെ വാക്ക് പറഞ്ഞാൽ അതൊന്നും നമുക്ക് അറിഞ്ഞൂടാ, നമ്മൾക്ക് ഇൽമു കുറവാന്നു. അതിനെ നമ്മൾ പിടിച്ച ഓറന്നെ പറഞ്ഞില്ലേ. മഅരിഫത്തിന്റെ വിഷയത്തിൽ അവർ ഏറ്റവും മുമ്പന്തിയിലാണ് എന്ന് ഫളിലിന്റെ നേതാക്കന്മാർ മുഴുവനും വിശാരത്താക്കി പറഞ്ഞിട്ടുണ്ട്. അവർക്ക് എതിരഭിപ്രായമില്ല. ഫഹ്യല്ലാഹു ബിഉലൂമിദ്ദീൻ, ദീനിന്റെ എല്ലാ ഉലൂമുകളെയും അല്ലാഹു തആല മൂപ്പർ മുഖേന ഹയാത്താക്കിയിട്ടുണ്ട്. വതഹാബത്ത് അമാമ തഹരീറാത്തിഹി സുബഹുൽ ഫലാസിഫ, ഫൽസഫക്കാരാണല്ലോ ദീനിൽ മായം ചേർത്തത്. അവരുടെ എല്ലാ ശുബഹാത്തുകളും മൂപ്പര എഴുത്ത് പ്രസംഗ തസാനീഫിന്റെ മുമ്പിൽ കൊഴിഞ്ഞു വീണു പോയാണ്ടായി. വറദ്ദല്ലാഹു ബിഹി സനാദിഖത അലാ അയഖാബിഹിം ഖാസിഈൻ, സിന്ദീഖുണ്ടല്ലോ ദീനിനെ തള്ളി പറയുന്ന അവരെ അല്ലാഹു തആല എന്താക്കി, അവരെ മടങ്ങുമ്പോൾ തന്നെ മുട്ടുകുത്തി വീഴുന്നവരായി അല്ലാഹു തആല മടക്കി അയച്ചിരിക്കുന്നു. ഖാലൽ ഇമാമു ദഹബി പറയുന്നു ഫീ സിയരി അലാമിൻ നുബലാ, തർജുമിന്റെ ചരിത്രത്തിന്റെ കിതാബാ. ഖാല ഇബ്നുൻ നജ്ജാർ പറഞ്ഞതായിച്ച് അബൂ ഹാമിദിൻ ഇമാമുൽ ഫുഖഹായി അലൽ ഇത്ലാഖ്. കണ്ടാ, അബൂ ഹാമിദ് അലി നമ്മളെ ഇമാം, ഒരു ഫുഖഹാക്കന്മാരുടെ ഇമാമാണ് മുത്തലക്കായിട്ട്, എല്ലാ മദ്ഹബിലും തന്നെ. റബ്ബാനിയുൽ ഉമ്മത്തി ബിൽ ഇത്തിഫാഖ്, ഉമ്മത്തിന്റെ റബ്ബാനിയായ ഇമാമാണ്. മുജ്തഹിദു സമാനിഹി, ആ കാലഘട്ടത്തിലുള്ള മുജ്തഹിദാണ്. വഅയ്നു അവാലിഹി, ആ കാലമുണ്ടല്ലോ അതിൻ്റെ ഒരു കണ്ണാണ് മൂപ്പർ. ബറഅ ഫിൽ മദ്ഹബി വൽ ഉസൂലി വൽ ഖിലാഫി വൽ ജദലി വൽ മന്തിഖ്
മദ്ഹബിൻ്റെ വിഷയത്തിലാവട്ടെ, ഉസൂലിൻ്റെ വിഷയത്തിലാവട്ടെ, ഖിലാഫിൻ്റെ വിഷയത്തിലാവട്ടെ, തർക്കശാസ്ത്രത്തിലാവട്ടെ, മന്തിക്കിലാവട്ടെ, ഇതിലെല്ലാം വളരെ നൈപുണ്യം നേടിയ മഹാനാണ്. ഇതിലെല്ലാം മൂപ്പർക്ക് കിതാബുണ്ട്. വഖറ അൽ ഹിക്മത വൽ ഫൽസഫത്ത്, അത് പഠിച്ചിട്ടേ എതിർക്കുന്നത്, എന്നാൽ അന്ധമായ എതിർപ്പല്ല. അത് മൂപ്പർ ഉള്ളത് ആ കിതാബിൽ ചെറിയ മൂപ്പർ സൂഫിയത്തിലേക്ക് മടങ്ങാനുള്ള കാരണം ചോദിച്ചിട്ട് പറഞ്ഞല്ലോ, അൽ മുംകിൻ മിനൽ ദലാൽ. അതിൽ പറഞ്ഞല്ലോ, അന്ന് ലോകത്തുള്ള എന്തെല്ലാം ഫന്നുകളുണ്ട്, എന്തെല്ലാം വിഷങ്ങളുണ്ട്, അതെല്ലാം ഞാൻ ആഴത്തിൽ കെട്ടയച്ചിട്ട് പരിശോധിച്ചിട്ടില്ലാണ്ട് ഞാനെപ്പറ്റി അഭിപ്രായം പറഞ്ഞിട്ടില്ല. 55 വയസ്സല്ലേ, ചെറിയ തൗഫീഖാന്നാ വിചാരിക്കുന്നു. 1000 കൊല്ലം ജീവിച്ചെങ്കിൽ പറയാതെ ചെറിയൊരു സ്വാഭാവികത ഉണ്ട്. 55 വയസ്സിൽ കുട്ടിക്കാലവും കഴിഞ്ഞില്ലേ? അല്ല, വഫഹിമ കലാമഹും, ഈ ഹിക്മത്തുകാരുടെയും, ഹിക്മത്ത് വെച്ചാൽ ഖുർആന്റെ ഹിക്മത്തല്ല ഉദ്ദേശിക്കുന്നത്, അക്കാലത്ത് ശാസ്ത്രം ഒന്നും അവർ പറയലിനി. മൈമദിനില്ലേ ആലം ഖദീം എന്നെല്ലാം പറയുന്ന കിതാബുണ്ടല്ല. വതസദ്ദാലിറദ്ദിഅലൈഹിം, അവർക്ക് എതിർത്തിട്ട് മറുപടി കൊടുക്കുന്ന വിഷയത്തിൽ മൂപ്പർ സ്വയം രംഗത്ത് വന്നിട്ടുണ്ട്. വകാന ശദീദൽ ദക്കാ, വലിയ ബുദ്ധിസാമർത്ഥ്യത്തിൻ്റെ ഉടമയായിരുന്നു. റളിയല്ലാഹു അൻഹു. ഖബീൽ ഇദ്റാഖ്, ഒരു കാര്യം ഗ്രഹിക്കുന്ന വിഷയത്തിൽ അങ്ങേയറ്റത്തെ കഴിവായിരുന്നു. ഫിത്നത്തിൻ സാഖിബ, തുളഞ്ഞു കയറുന്ന ബുദ്ധി. വഗൗസൻ അലൽ മഹാനി, അതുപോലെ ഓരോന്നിൻ്റെ ആദരാർത്ഥങ്ങളിലേക്ക് ആഴത്തിൽ മുങ്ങിച്ചെല്ലുന്ന ആളായിരുന്നു. വഹാദൽ കിതാബ് അലാ സിഗരി ഹജ്മിഹി, ഈ കിതാബ് പേജിൻ്റെ എണ്ണം കുറവാണ്, കട്ടി കുറവാണ്. ചെറിയ ഡമ്മി സൈസിൽ 200 പേജ്. ജമ്മുൽ ഫവായിദ്, ഫവായിദിൻ്റെ ഒരു കൂടാരം, ഒരു സംഗമം തന്നെയാണ്. കസീറുൽ അവായിദ്, അതിൽ നമുക്ക് നേടുന്ന അവായിദുണ്ടല്ലോ, നേട്ടങ്ങൾ, അത് മാത്രമാണ്. അലീമുൻ നഫ്ആണ്. മുബാറക്കുൽ മുഹ്തവ, അതൊരുമിച്ച് കൂടി സബ്ജക്റ്റ് വളരെ ബർക്കത്തേറിയതാണ്. യംബഇസു മിൻഹു ശദൽ ഇൽഹാമിർ റബ്ബാനി, റബ്ബാനിയായ ഇൽഹാമിൻ്റെ പരിമളം അതിൽ നിന്ന് അടിച്ചു വീശും. വതുശിഉ സുതൂറുഹു ബിനൂരിൽ ഇഖ്ലാസ്, ഇഖ്ലാസിൻ്റെ നൂറ് കൊണ്ട് അതിൻ്റെ ഓരോ വരികളും തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലിദാലിക, ഇതുകൊണ്ടെന്തായി, കാന ഹാദൽ കിതാബ് റഫീഖൽ മുബ്തദിഈൻ, പ്രാരംഭത്തിലുള്ള ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് കൂടെ കൊണ്ടുപോകേണ്ട ഒരു കിതാബാണ്. സമീറൽ മുവഫഖീൻ, തൗഫീഖ് കിട്ടപ്പെട്ട ആൾക്ക് രാത്രി കൂട്ടുകാരനാണ് സംസാരിക്കാൻ. മുർസിദ ത്വാലിബീൻ, വഴി അന്വേഷിക്കുന്നവർക്ക് വഴി കാട്ടുന്നതാണ്. കാരണം ലിഅന്ന ഫീഹി ഉസസൽ ബിദായാത്തില്ലത്തി തശുദ്ദുൽ ഖാരിഅ അതാ ഇലാ റിയാലിഹി, തുടക്കത്തിൽ ഇതിൻ്റെ അടിത്തറ പാവുന്ന സാധനമാണ്. ഉസസ്, അടിത്തറ, അസാസിൻ്റെ നമ്മ്, അവരുടെ തോട്ടത്തിലേക്ക്. ഹൈന യുലീഉ മിസ്ബാഹി തൗഫീഖ്, എപ്പോൾ തൗഫീഖിൻ്റെ മിസ്ബാഹ് എനിക്ക് പ്രകാശം കാണിച്ചു കൊടുത്തെങ്കിൽ, തൗഫീഖിൽ അല്ലാഹ് കൊടുക്കുന്നില്ല എന്നാണെങ്കിൽ പിന്നെ ഇമാമിനെ കുറ്റം പറഞ്ഞ് കിതാബിനും കുറവും പറഞ്ഞിട്ട് നടക്കാന്നല്ലാണ്ട്. കുറച്ച് എഴുതാൻ അറിയുന്ന ഇമാമിൻ്റെ പുറങ്ങാറില്ല. താലി യാ ഗസ്സാലിൻ തനൽ ഫീ ശിഫാ മിൻ കുല്ലി ദാഇൻ അലല എന്നതിൻ്റെ അർക്കിയിലുണ്ട്. അതൊക്കെ എൻ്റെ ഹാഷനുള്ള കൂടിയിട്ട് എന്നിട്ട് പറഞ്ഞു, നല്ല തന്നെ, പക്ഷെ ഖുറാഫത്ത് ഒഴിവാക്കിയെങ്കിൽ. അപ്പോൾ എൻ്റെ ഭാഷയിൽ ഖുറാഫത്തെന്ന് പറഞ്ഞിട്ടുണ്ട്. അതില്ലെങ്കിൽ ഇപ്പം എന്താ പോലെ നല്ല തന്നെ വലിയ എഴുത്തുകാരനാണ്. നോക്കത്തിൽ എന്താണ് മസാദന്മാരെ നോക്കുന്ന വർഷക്കട കിട്ടിയവനാണ്. എന്നാലേ ഇത് പറയാൻ കഴിയുള്ളൂ. ഫലാ ഖർവ, അത്ഭുതപ്പെടേണ്ടതില്ല. റായിനൽ കിതാബ ഖദ് ശർറക വഗറബ വഅൻജദ വഅത്ഹമ എന്ന് പറഞ്ഞാലോ, നാട്ടിൻ്റെ നാനാഭാഗങ്ങളിലേക്കും ഈ കിതാബ് പ്രചരിച്ചു എന്ന് കാണുന്നുണ്ട്. അത് അത്ഭുതപ്പെടേണ്ട, അതിനകത്ത് അർഹതയുണ്ട്. ഏതാണ് ശർറക എന്ന് പറഞ്ഞാൽ കിഴക്കൻ നാട്ടിലേക്ക് എത്തി. ഖർറബ എന്ന് പറഞ്ഞാൽ പാശ്ചാത്യത്തിലേക്കും എത്തി. പിന്നെ അൻജദ എന്ന് പറഞ്ഞാൽ നജ്ദിലേക്കും എത്തി. അത്ഹമ എന്ന് പറഞ്ഞാൽ തിഹാമയിലേക്കും എത്തി. പക്ഷേ ലോകത്തിന് പല ജില്ലയിലെങ്കിലും എത്തിയില്ലേ. വലാ ഖറാബത റഅയ്നാ തസാഹുമ അക്ലാമിൽ ഉലമാഇ ലാ മാഇദത്തി മത്നിഹി,
ഈ കിതാബിൻ്റെ മത്തിനാകുന്ന വരിയുണ്ടല്ലോ ഇമാമിൻ്റെ എഴുത്ത്, അതിന് ശറഹ് ചെയ്യാനും ഹാഷ്യകൾ എഴുതാനും വേണ്ടിയിട്ട് ഉലമാഇൻ്റെ കലമകൾ തിക്കും തിരക്കും കൂട്ടുകയെന്ന് വെച്ചാൽ അത്രമാത്രം സുറഹകളും ഹാഷ്യകളും അതിനുണ്ട്. അതിലും നീ അത്ഭുതപ്പെടണ്ട. അതുകൊണ്ട് വഹിയ മാനിഫത്തിൻ ഇലാ തിബിയാനി മആനിഹി വഇബ്റാസി ഫവായിദിഹി, ഇതിലുള്ള ഫായിദകൾ വെളിപ്പെടുത്താനും ഇതിൻ്റെ മാനകൾ വ്യാഖ്യാനിക്കാനും വേണ്ടി അവർ പരസ്പരം കോർത്തു പിടിക്കുക പേനകളെ. ഒരുപാട് സുറഹുണ്ടെന്നായി. ഫമലക്കത്തുൽ ലിമിദായി ഫി തസ്നീഫി ലം യഫ്സ് ബിഹാ ഇല്ലാ സുല്ലത്തും മിൻ ഉലൈക സഫ്വ. തസാനീഫിൻ്റെ വിഷയത്തിൽ അത്ഭുതം സൃഷ്ടിക്കുന്ന ഒരു മലക്ക, ഒരു പ്രത്യേകമായ കഴിവ് അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ ചുരുക്കം ചിലർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എല്ലാ ഇമാമിയും ലോകത്ത് കോടാനുകോടി ഇമാമിങ്ങളും കോടാനുകോടി ആലിമ്യങ്ങളുണ്ടല്ല, എല്ലാവരും തസാനീഫ് ഉണ്ടാക്കിയിട്ടുണ്ടാകും. എണ്ണി നോക്കിയാൽ പരിമിതമായ ആളെ കാണുള്ളൂ. നബി ഇമാമ്, മഹല്ലി ഇമാമ് തുടങ്ങിയ എണ്ണിയാൽ വിരലോണ്ട് എണ്ണി തീർക്കാം. ഈ തസാനീഫ് ഉണ്ടാക്കിയിട്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന വിഷയത്തിൽ ഫസ്റ്റ് ക്ലാസ് പാസ്സായ ആളാണ്. വഹുവ ഫാരിസുൽ ബയാൻ വസാബിഖ് ലിൽ അഖ്റാൻ. ഓട്ടപ്പന്തയത്തിൽ 1ാം സമ്മാനം കരസ്ഥമാക്കുന്നില്ല സാബിഖ്. അതുപോലെ തന്നെ ബയാൻ എന്ന് പറഞ്ഞാൽ വിശദീകരണത്തിൻ്റെ വിഷയത്തിലുള്ള കുതിര ഓട്ടത്തിൻ്റെ ആളാണ്. എന്നുവെച്ചാൽ ഓരോ വർണ്ണനയാണ് കൊടുക്കുന്നത്. കമാഖാനൽ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പോലും പറഞ്ഞിട്ടുണ്ട്, കഅന്നല്ലാഹ ജമഅൽ ഉലൂമ ഫീ ഖുബ്ബത്തിൻ. എല്ലാ ഉലൂമുകളെയും അല്ലാഹു തആല ഒരു ഖുബ്ബത്തിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് വാതല അൽ ഗസാലി അലൈഹ, ഗസാലി ഇമാമിനോട് അതെല്ലാം നിങ്ങൾ എടുത്തു എന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട്. ഔറദഹു സഫദി. റാസി ഇമാം വർണ്ണിക്കണമെങ്കിൽ വജഹസ്സനു ബിനാ ഹുന, ഇവിടെ നമുക്ക് അനുയോജ്യമാണ് അൻ നുസീദ ഇലാ അംരിൻ, ഒരു കാര്യം സൂചിപ്പിക്കാൻ. എന്താ? ഹുമില അല ഗൈരി മഹമലിഹി, അതിൻ്റെ അർത്ഥം തെറ്റിച്ചിട്ട് വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം അതിനുദ്ദേശിക്കപ്പെടുന്ന അർത്ഥമെല്ലാം മറ്റുള്ള ആൾ മനസ്സിലാക്കിയത് പറഞ്ഞതും എന്താണത്? വ ഫുഹിമ അല ഗൈരി മഅനാഹു, അതിൻ്റെ മാന അല്ലാത്ത രീതിയിൽ തെറ്റായി മനസ്സിലാക്കപ്പെട്ടു. വഹുവ ഖൗലു ഹുജ്ജത്തുൽ ഇസ്ലാമിൽ ഗസാലി റളിയല്ലാഹു അൻഹു ഖൗലുണ്ട്, ഇന്ന ബിളാഅത്തി മുസ്ജാത്തുൻ ഫി ഇൽമിൽ ഹദീസ് എന്ന് പറഞ്ഞിട്ടുണ്ട് പോലും. ഇന്ന ബിളാഅത്തി മുസ്ജാത്തുൻ ഫി ഇൽമിൽ ഹദീസ്, ഹദീസിൻ്റെ ഇൽമിൽ എനിക്ക് ചരക്ക് കുറവാണ് എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം മൂപ്പർക്ക് ഹദീസ് കിട്ടൂല എന്നർത്ഥം പറ്റി ഇപ്പത്തും. ബാക്കിയെല്ലാം ചെയ്യുന്ന ഹദീസ് അതിരണ്ട. ഇപ്പം 20ാം നൂറ്റാണ്ടിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു ചികിത്സ ഓപ്പറേഷനെ കുറിച്ചിട്ട് 1000 കൊല്ലം മുമ്പാണ് പറഞ്ഞിട്ടുണ്ട്. ഹിജയിൽ ഞാൻ ഡോക്ടർ താടിക്ക് കൊടുത്തിട്ടിരുന്നു പോയിരുന്നു. കൊല്ലായിരം കഴിഞ്ഞില്ലേ കിതാബ് ഷുക്റിൽ. മൂപ്പറ പറഞ്ഞ ഐഡിയ 21ാം നൂറ്റാണ്ടിൽ അത് തെളിക്കപ്പെടുന്നേ ഉള്ളൂ. എന്താ ഇപ്പം അർത്ഥം? ശരീരത്തിൻ്റെ വളർത്തിട്ട് ഓരോ നാട് ഞരമ്പുകൾ അതെന്തിനുള്ളതാണ് എന്ന് ഈ ഓപ്പറേഷൻ ചെയ്തിട്ട് ഇങ്ങനെ ശരീരം നോക്കിയിട്ട് പറയുന്നു. ശുക്റിൻ്റെ ബാബിൽ എന്താ പറഞ്ഞത്? അറബേ ഖാനൂന് തഅ്ബീൽ എന്ന് പറഞ്ഞ തഫ്സീറിൻ്റെ കിതാബാണ്. മനസ്സിലായില്ലേ? ഇന്ന ബിളാഅത്തി മുസ്ജാത്തുൻ ഫി ഇൽമിൽ ഹദീസ് എന്ന് പറഞ്ഞു. ഹാദിഹിൽ ഇബാറത്ത് മുജ്ജിഹത്ത് മിൻ ഖിബലി ബഅദിഹിം, ചിലര ഭാഗത്ത് നിന്ന് ഈ ഇബാറത്തിൻ്റെ അർത്ഥം പറഞ്ഞത് തൗജീഹൻ, ഒരു തൗജീഹ് പറഞ്ഞ് യുഖ്സദു മിൻഹു തൻഖീസു മിൻ ഖദ്രി ഹാദിൽ ഇമാമിൽ അദീം, ഈ ഇമാമിൻ്റെ ഖദർ കുറക്കൽ ഉദ്ദേശം വെച്ചുകൊണ്ടെന്നാക്കി ദുർവ്യാഖ്യാനം ചെയ്തിരിക്കുന്നു. വൽ ഹഖീഖത്തു, യഥാർത്ഥത്തിൽ അന്ന ഹാദിഹിൽ കലിമത, ഈ ഇന്ന ബിളാഅത്തി മുസ്ജാത്തുൻ ഫി ഇൽമിൽ ഹദീസ് എന്ന് പറഞ്ഞ കലാമുണ്ടല്ലോ, അത് ഖാലഹൽ ഇമാമുൽ ഗസാലി പറഞ്ഞത് മിൻ ബാബി തവാളുഇ, തവാളുഇൻ്റെ ബാബിലാണ്. വമൻ മിനൽ അയിമത്തി ഖാല ഇന്ന ബിളാഅതഹു കാമിലത്തുൻ ഫി ഇൽമിൽ ഹദീസ്, ഇൽമുൽ ഹദീസിൽ എൻ്റെ ചരക്ക് വലിയ ചരക്കാണ് എന്ന് പറഞ്ഞ ആരെങ്കിലും ഇമാം ലോകത്ത് കാണാൻ കഴിയും? പറയാൻ കഴിയോ? ബൽ മൈ യജ്റു അലാ ഖൗലി ദാലിക, ഇത് പറയാൻ ആയിരിക്കാൻ ധൈര്യം വരിക? എന്തുകൊണ്ട്? ഇന്നനാ ഇദാ ഖറഅനാ സീറത ഹൗലാ റിജാലുൽ അഖ്ബാർ, ലോക ചരിത്രത്തിൽ പ്രസിദ്ധരായ ഈ നേതാക്കന്മാരെ ചരിത്ര നാമങ്ങാനം വായിച്ചെങ്കിൽ നജിദു ഫിഹാ ഖിമ്മത്തൽ അദബി മഅല്ലാഹി അസ്സ വജല്ല ജല്ല ജലാലുഹു, അള്ളാഹുവിനോടൊപ്പം അങ്ങേയറ്റത്തെ അദബ് വെച്ച് പുലർത്തിയ നേതാക്കന്മാരായിട്ടാണ് കാണുക.
ഒന്നുമില്ല, എൻ്റെ കൈമിൽ ഒന്നുമില്ല, അതെല്ലാം ഞാൻ പ്രശ്നമാണെന്നാ പറയും. അതിനർത്ഥം നന്മ ചെയ്തിട്ടുണ്ട് 100 സ്വയം സമ്മതിക്കുന്ന ആത്മക്കല് അല്പം വെക്കുന്നുണ്ട്. മൂസാ നബി മാസവുമല്ല പോലും എന്താന്ന് റബ്ബിനെ വലംതു നഫ്സി ഫഗ്ഫിർലി, ഞാൻ നന്മ ചെയ്തിട്ടുണ്ട് പുറത്തു തരണോ എന്ന് പറയുമ്പോൾ നന്മ ചെയ്ത് സ്വയം സമ്മതിച്ചില്ലേ, എന്നിട്ട് എങ്ങനെ പറഞ്ഞു വിഷമം വന്നു. കുറ്റക്കേണ്ടും വേണ്ട പരിഗണക്ക്. ഹൗലു ഖുവ്വത്തിനെ തൊട്ട് നാമിത മോചിതരാകുന്നു എല്ലാവരുടെ കലാമിലും കാണാം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വത്തമസ്സുൽ കാമില ലിഹഖീഖത്തിൽ ഫഖരി ഇലല്ലാഹി സുബ്ഹാനഹു വതആല. അല്ലാഹു തആലയേക്കുള്ള ഫഖറും ഇഫ്തിഖാറൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഹഖീഖത്തിന് വേണ്ടി പൂർണ്ണമായി കീഴൊതുങ്ങിയിട്ട് ഞാൻ ഫക്കീറാണ്, ഞാൻ മിസ്കീനാണ്, എൻ്റെ അടുത്തൊന്നുമില്ല എന്ന് പറയുന്ന ആളെ കാണുള്ളൂ. ഇത് കമാ നജിദു ഫിൽ ഇസ്തിശ്ആറ താമ്മ ലിമഅനാ ഖൗലിഹി സുബ്ഹാനഹു വതആല വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. ഇൽമിനാൽ നിങ്ങൾക്കൊട്ടാകെ നൽകപ്പെട്ടത് ഖലീലേ ഉള്ളൂ എന്ന ആയത്തിൻ്റെ പൂർണ്ണമായ ബോധം ആയിരിക്കാനുള്ളത് ഇപ്പുറപ്പോഴത്തെ അവലേക്കെടുക്കാം. വമിസലിഹി, ഇതുപോലത്തെ കീഴുതുങ്ങൽ കൊണ്ടും വിനയം കൊണ്ടും, അതുപോലെ തന്നെ വമിസലിഹി ഇതുപോലത്തെ കൊണ്ടും വസലു ഇലാ മാ വസലു ഇലൈഹി, അവരെത്തി പൂർണ്ണമായ വലിയ പദവിയിലേക്ക് എത്തിച്ചേർന്ന് ഇതുകൊണ്ടാണ്. ഞാൻ വലിയ ആളെന്ന് കൊണ്ടല്ല. വൽഇമാമുൽ ഗസാലി റഹിമഹുല്ലാഹ് മിസാലുൻ കബീറുൻ ലിമാ സബഖ, ഈ പറയപ്പെട്ടതിന് ഒരു ഉദാഹരണം തന്നെയാണ് ഇമാമിൻ്റെ ദാത്ത് തന്നെ. വകുല്ലമാ അറഫൽ ഇൻസാനു റബ്ബഹു ജല്ല ജലാലുഹു വസാദ തഅലീമുഹു ലഹു ഇസ്ദാദ ഇഹ്തിഖാറൻ ലിനഫ്സിഹി വൻതിഖാസൻ ലഹാ. റബ്ബിനെ പറ്റിയുള്ള മാരിഫത്ത് ഏറുംതോറും അള്ളാഹുവിനോടുള്ള താലീമ് വർദ്ധിക്കും തോറും അബദ്ധം അവരുടെ നഫ്സിനെ ചുരുക്കി 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 ഞാനൊന്നുമല്ല വട്ടപൂജയാണ് എന്ന് പറയലാണ്. വകുല്ലമാ ഖാദ ഫിൽ ഇൽമി വതവസ്സഅ ഫീഹി, ഇൽമിൻ്റെ വിഷയത്തിൽ ആഴത്തിൽ ചെല്ലും തോറും അതിൽ വിശാലത വർദ്ധിക്കും തോറും ഇസ്ദാദ ഇസ്തിഖാറൻ ലിൽമി, കിട്ടിയ ഇൽമ് കുറഞ്ഞേ ഉള്ളൂ എന്നാ പറയുന്നുണ്ടായിരുന്നു. കമാ ഖാല ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു കുല്ലമാ അദ്ദബനി ദഹ്റു അറാനി നഖസ അഖ്ലി വഇദാ മസ്ദത്തു ഇൽമ സാദനി ഇൽമൻ ബിജഹ്ലി. കുല്ലമാ അദ്ദബനി ദഹ്റു, കാലം എന്നെന്താക്കും അദബ് പഠിപ്പിക്കും. കാലത്തിൽ നിന്ന് ഓരോ അനുഭവങ്ങളെ കൊണ്ട് ഞാൻ എന്താക്കും അദബ് പഠിക്കും. അറാനി, അപ്പോൾ ഞാൻ എന്നെ കാണും നഖസ അഖ്ലി, എൻ്റെ അഖില് കുറവാണ് എന്ന് എനിക്ക് ബോധ്യപ്പെടുകയാണ്. ഞാനൊന്നുമല്ല. ആര്? ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. ഈ പറഞ്ഞ ഇമാം ഗസാലി തങ്ങളുടെയും മുഖ്തദ. വഇദാ മസ്ദത്തു ഇൽമൻ, ഞാൻ ഇൽമാൽ ഏറുംതോറും സാദനി ഇൽമൻ ബിജഹ്ലി, എനിക്ക് ജഹലുണ്ട് എന്നുള്ള അറിവ് വർദ്ധിക്കുകയാണ്. ഇൽമേറും തോറും എനിക്ക് ജഹലാ ഉള്ളത് എന്നുണ്ടാക്കും ആ ഇൽമ വർദ്ധിക്കുന്നത്. അതിൻ്റെ പേരും കൂടെ വായിച്ച് ഇന്ന് തുടക്കം കുറിക്കാം. ഇനി ثم إن حجة الإسلام الإمام الغزالي رضي الله عنه وأرضاه عنه عاش في 10 من عصور الإسلام الذهبية. ഇസ്ലാമിൻ്റെ സുവർണ കാലഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ടവർ ജീവിച്ചത്. 4-5 നൂറ്റാണ്ട് 450 ആശരിൻ മലീഇൻ വമശ്മൂനിൻ ബിദ്ദിജാലിൽ ഫതാഹിൽ വൽഅയിമത്തിൽ മുജ്തഹിദീൻ, മുജ്തഹിദീങ്ങളായ ഇമാമിയങ്ങൾ മുഹദ്ദിസീങ്ങൾ തുടങ്ങി വലിയ 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 ലോകത്ത് കേളി കേട്ട ഇമാമുകളൊക്കെ ജീവിച്ചിരുന്ന കാലം, ഇപ്പോഴത്തെ കാലമല്ല. വമഅ ദാലിക, എന്നിട്ടും ഫഖദ് സല്ലമു ലഹുൽ ഖിയാദ ഫീ ദാലിക സമാനി അല്ലദീ ഫീഹി മൻ ഫീഹി, ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന മുഴുവൻ ഉലമാക്കളും നേതൃത്വം എന്നത് മൂപ്പറിലേക്ക് അർപ്പിച്ചിരിക്കുകയാണ്. ഇനി എന്താ വേണ്ടത്? കുറെ ജാഹിലീങ്ങളെ കൂടി നിങ്ങളെ നേതാവാക്കി എന്നല്ല പറയുന്നത്. ഫമാ ബാലുനാ ഫീ ഹാദൽ സമാൻ, ഇനി ഈ കാലഘട്ടത്തിൽ എന്ത് പറയണം? അല്ലദീ കസറത്ത് ഫീഹിൽ ജറാഅ, എന്തും പറയാം എന്തും എഴുതാം എന്നുള്ള ഒരു തന്നെ ചങ്കൂറ്റം വർദ്ധിച്ച കാലമാണിത്. വഅലുമത ഫീഹി റസിയ്യ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ മുസീബത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട്. ലൻ തഖിദ് അംസാല ഉലൈക്കൽ കിബാർ,
ഈ പറയപ്പെട്ട നേതാക്കന്മാർ നമ്മ മാറ്റിവെക്കാൻ ആര്? നമ്മളെ കയ്യിൽ എന്താ ഉള്ളത് നിങ്ങൾ മാറ്റിവെക്കാൻ? ഇമാമിന്റെ അറിവ് നോക്കാൻ. فانتقاد أمثال هؤلاء يطعن بمنتقديهم لا بهم. ഇങ്ങനെ മാറ്റുരക്കാൻ ഒരുങ്ങിയാൽ എന്താണെന്നറിയോ? ഈ മാറ്റുരക്കാൻ ഒരുങ്ങുന്ന ആക്ക് തന്നെയാണ് അതിന്റെ ബലാവ് വരുന്നത്, മറ്റവർക്കൊന്നും സംഭവിക്കുന്നില്ല. കമാക്കാനുള്ള ആയിഷ കനാതിഹി സഖറതൻ യൗമൻ ലിയൂഹിനഹാ ഫലം യുളറഹാ വഹുവാ കർനഹുൽ വഹിലൂ. ഒരു കാളക്കൊമ്പൻ എന്താക്കിയെന്നറിയോ? കൊമ്പ് കൊണ്ട് വലിയൊരു പാറ ഇടിച്ചുകൊണ്ട് കുത്തുന്നു. ഇവന്റെ കൊമ്പ് പൊട്ടാന്തരാണ്ട് പാറക്ക് യാതൊരു കുഴപ്പം വരില്ല. ജമ്പത് വെച്ചിട്ട് കിട്ടിയാക്കുന്ന പാറയില്ലേ, ഒരു കാളക്കൊമ്പൻ വന്നിട്ട് പറയുന്നു ഒരു കുത്തങ്ങ് കൊടുത്താൽ എൻ്റെ പൊട്ടി. പാറക്ക് എന്താ സംഭവിക്കാൻ ചങ്ങായി? കനാതിഹി സഖറതൻ, ഒരു പാറക്കല്ലിനെ കുത്തിപ്പൊട്ടിക്കുന്നു. യൗമൻ, ഒരു ദിവസം, ലിയൂഹിനഹ, അതിനെ തകർത്തക്കാന്ന് വെച്ചിട്ട്. എന്നാ ഫലം എന്നുള്ള പാറക്കല്ലിനൊന്നും വരൂല. വഹുവാ കർനഹുൽ വഹിലൂൻ, ഈ കുത്തുന്ന കാളനുണ്ടല്ലോ അവന്റെ കൊമ്പിന് അയച്ചിട്ട് വരാന്നല്ലാണ്ട് പാറക വിട്ടൂല. അതിന് നല്ല മറുപടി. വഹാദൽ ഇന്തിഖാദ് മബ്അസുൽ ജഹ്ലുൽ മഹ്ലു ദൂന ശക്യ, 100 സംശയവും വേണ്ട തനിച്ച ജഹിലിന്റെ കട്ടിയാണ് ഈ മാറ്റൊരക്കാനും കുറ്റം പറയാനും പോകുന്നത്. കമാക്കീല മങ്കല്ല ഇൽമുഹു കസ്റ ഇന്തിഖാദുഹുന, ഇൽമു കുറയും തോറും എന്താക്കും? മറ്റുള്ള ആളെ മാറ്റൊരക്കല വർദ്ധിക്കലുണ്ട്. ثم إن الأمة، ഇനി നോക്ക്, ഉമ്മത്ത് ഖദ് അജ്മഅത് അലാ അന്ന ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാം അൽ ഗസാലി റഹിമഹുല്ലാഹ് കാന ഹുവ മുജദ്ദിദൽ മിഅത്തിൽ ഖാമിസ. ഓരോ നൂറ്റാണ്ടിലും ഓരോ മുജദ്ദിദ് ഉണ്ടാകുമെന്ന് ഹദീസ് ഉണ്ട്. അല്ല, 1-ാം നൂറ്റാണ്ടിൽ ഇന്നാണ്, 2-ാം നൂറ്റാണ്ടിൽ നിന്നാണ്, 5-ാമത്തെ നൂറ്റാണ്ടിൽ മുജദ്ദിദായിരുന്നു എന്ന് ഹുജ്ജത്തുൽ ഇസ്ലാം ഗസാലിയെ സംബന്ധിച്ച് ഉമ്മത്തിന്റെ ഇജ്മാ ഉണ്ട്. അപ്പൊ മുജദ്ദിദാകണം എന്ന് ഇവിടെ പറയുമ്പോൾ മുജദ്ദിദിനെ തുര്യാട്ടകളെ മുജദ്ദിദാക്കി എന്ന അർത്ഥം വരിക. വമഅലൂമൻ അന്നൽ മുജദ്ദിദ യകൂന ഫീ ഖിമ്മത്തിൽ ഹറമിൽ മഅരിഫി, മഅരിഫത്തിന്റെ വിഷയത്തിൽ ഏറ്റവും വലിയ കൊടുമുടിയിലെത്തിയിരിക്കണം ഒരു മുജദ്ദിദ്. ദീനിന് അനിവാര്യമായ എല്ലാ ഇൽമും എല്ലാ അമലും എന്താക്കണം? അവരെ വക്കുന്നത് പ്രകടമാകണം. അത് സുഫിയാൻ സൗരി തങ്ങളെ പറ്റിയിട്ട് അത് പറഞ്ഞത്, നബി വരാത്തൊരു കാലമാണെന്ന് വെച്ചാൽ സുഫിയാൻ മാത്രം ഉണ്ടായ ഒരു നബിയുടെ ആവശ്യകത തീരുന്നതാണ്. എന്താ സുഫിയാൻ ഉണ്ടായിരിക്കുക, നിങ്ങൾക്ക് എങ്ങനെ വെഴുപേറ്റിയെന്ന് അള്ളാഹ് ചോദിക്കാനുള്ള ഹുജ്ജത്തുണ്ടെന്ന് പറഞ്ഞു. ഇതുപോലെ ഗസാലി ഇമാം മുജദ്ദിദാണെങ്കിൽ ദീനിൽ എന്തെല്ലാം വേണം? ഖിറാഅത്ത് വേണം, നഹ്വ് വേണം, സർഫ് വേണം, തജ്വീദ് വേണം, തഫ്സീർ വേണം, ഹദീസ് വേണം, അങ്ങനെ തുടങ്ങി ഉലൂമിൻ്റെ ഫന്നുകൾ മുഴുവനും വേണം. പിന്നെ അഹ്വാല് വേണ്ടേ? വെറുതെ ശൂന്യമായിട്ട് ഈ അജുവഫായ സാധനം ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. അഹ്വാല് പോലും എല്ലാം അവരെ കൊണ്ട് സംഗതി നടക്കണം. അപ്പം അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ മുജദ്ദിദ എന്ന് വെറുതെ പറയുന്നതല്ല. വലാ സിയ്യമാ ഫീമാ യതഅല്ലഖു ബിൽ ഉലൂമി ശർഇയ്യത്തി വൽ മആരിഫ് അൻ-നഖ്ലിയ്യ, ശർഇയ്യ ഉലൂമ സംബന്ധമായിട്ട് പ്രത്യേകിച്ചും, അതുപോലെ നഖ്ലിയതാണ് ഹദീസുകൾ, അതിൻ്റെ വിഷയത്തിലും. ഫമിനൽ ബുഅദി ബിമകാനിൻ അൻ നഖുൽ ഇന്നൽ ഇമാം അൽ ഗസാലി കാന ഖലീലൽ മഅരിഫ ബി ഉലൂമിൽ ഹദീസ്, ഉലൂമുൽ ഹദീസ് കൊണ്ട് മൂപ്പർക്ക് തീരെ ഒന്നും അറിഞ്ഞൂടാ എന്ന് പറയുന്നത് വളരെ വിദൂരത്താണ് എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. എളിയ ബുദ്ധികളൊക്കെ മനസ്സിലാക്കാൻ കഴിയില്ല. അതായത് ചെറിയ നോക്കടാ. വല്ലിമാമി താജുദ്ദീൻ സുബ്കി കലാമുൻ ഫീ ഗായത്തിൻ നഫാസത്തി വൽ അഹമിയ്യത്തി യുംബിഉൻ ഖായിദത്തിൻ അളീമത്തിൻ ഫീ മഅരിഫത്തി ഖദരി റിജാലി വമകാനതിഹിമുൽ ഇൽമിയ്യ. എന്താ പറയുന്നത്? ഒരാളെ ഖദർ അറിയാൻ, അതുപോലെ ഇൽമിയ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ പദവി എന്തുണ്ട് എന്നറിയാനൊരു കായിദ. ഖാല റഹിമഹുല്ലാഹ് പറയുന്നത് ഫീ തബഖാത്തി ശാഫിഇയ്യത്തിൽ ഇന്നല്ലദീ യുഹിബ്ബു അൻ യത്തലിഅ അലാ മൻസിലത്തി മൻ ഹുവ അലാ മിൻഹു ഫിൽ ഇൽമി, ഇൽമിൻ്റെ വിഷയത്തിൽ ഇവനേക്കാണ് വലിയ ഒരാളെ സംബന്ധിച്ച് മൻസില അറിയാൻ ഉദ്ദേശിച്ചു. മസല നമുക്ക് ഇമാം എടുക്കാം, അല്ലെ ഷാഫി ഇമാം എടുക്കാം, അല്ലെ ജീലാനി ശൈഖ് എടുക്കാം. നിന്നേക്കാൾ അറിവ് കൂടിയ ഒരാളെ ഖദർ അറിയണമെങ്കിൽ നീ നിൽക്കുന്ന സ്ഥാനത്ത് നിന്നിട്ട് നോക്കിയാൽ കാണൂല എന്നാണ്. ഒന്നുകിൽ ഓറ പദവിയിലോ അല്ലെങ്കിൽ ഓറ അടുത്ത് നിൽക്കുന്ന പദവിയിലേക്ക് നീ എത്തണം. കേട്ടില്ല?
യഹ്താജു ഇലൽ അഖലി വൽ ഫഹമി, ഒന്ന് അഖല് വേണം, രണ്ട് ഫഹമ് വേണം. ഫബിൽ അഖലി യുമയ്യിസു, അഖല് കൊണ്ട് എന്താക്കും, വേർതിരിക്കും, ഇന്നാക്കുള്ള പദവി എന്ത്, ഇന്നാക്കുള്ള പദവി എന്ന്, ഇന്നാക്കുള്ളത്. വബിൽ ഫഹമി യഖ്ലി, ഫഹമ് കൊണ്ടാ വിരിക്കൽ. വലമ്മാ കാന ഇൽമുൽ ഗസാലി റളിയല്ലാഹു അൻഹു ഫിൽ ഗായത്തിൽ ഖുസ്വാ, അങ്ങേയറ്റത്തെ പദവിയിൽ എത്തിയപ്പോൾ ഇഹ്താജ മൻ യുരീദുൽ ഇത്ലാഅ അലാ മിഖ്ദാരിഹി ഫീഹി, ഇൽമിൻ്റെ വിഷയത്തിൽ ഇമാമിൻ്റെ ഖദർ എത്രയാണെന്ന് അറിയാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് അയ്യകൂന ഹുവ താമ്മുൽ അഖൽ, ഇയാളെന്താക്കണം, താമ്മുൽ അഖലായ മനുഷ്യനായിരിക്കണം, എന്നിട്ട് വിലയിരുത്താൻ പോണ്ടുള്ളൂ എന്നാണ്. വാക്കൂലു, എന്നിട്ടോ ലാ ബുദ്ധമാ തമാമിൽ അഖലി, ഇനി തമാമുൽ അഖൽ മാത്രം ഉണ്ടായാൽ പോരാ. മിൻ മുദാനാത്തി മർത്തബത്തിഹി ഫിൽ ഇൽമി ലി മർത്തബത്തിൽ ആഖർ, ആ മറ്റേ വ്യക്തി ഉണ്ടല്ലോ, ഇവൻ ആരെയാണോ തൂക്കാൻ പോകുന്നത് ആ വ്യക്തിയോട് ഇൽമിൻ്റെ വിഷയത്തിൽ മർത്തബയിൽ അടുത്തിരിക്കുകയും വേണം. വഹീന ഇതിൻ, എന്നാലും ഫലാ യഅരിഫു അഹദും മിമ്മൻ ജാഅ ബഅദൽ ഗസാലി, അതുകൊണ്ടെന്താന്ന്, ഗസാലി ഇമാമിന് ശേഷം വന്ന ആളുകൾക്ക് ഗസാലി ഇമാമിൻ്റെ പദവി മനസ്സിലാക്കാൻ കഴിയൂല. എന്നിട്ടല്ലേ ഇന്നത്തെ ചെക്കന്മാർക്ക് ഉണ്ടാകുന്നുണ്ട്. വലാ മിഖ്ദാർ ഇൽമിൽ ഗസാലി, പക്ഷേ ഇല്ലാ ബി മിഖ്ദാർ ഇൽമി, ഇവൻ്റെ ഇൽമിനനുസരിച്ചല്ലാണ്ട്. ഇമാൻ 10 ഇൽമിന് ഓതിയാണെങ്കിൽ അത്ര കണ്ട് ചെയ്തിട്ടുണ്ടാവും. അമ്മാ ബി മിഖ്ദാർ ഇൽമിൽ ഗസാലി ഫലാ, ഗസാലി ഇമാമിൻ്റെ മിഖ്ദാറിനനുസരിച്ചാണോ അർഹിക്കുന്ന പദവിയാണോ, ഇല്ല. കാരണം ഇത് ലം യജി ബഅദഹു മിസ്ലഹു, ഗസാലി ഇമാമിന് ശേഷം അങ്ങനെയുള്ള ഒരാൾ ജനിച്ചിട്ടില്ല. സുമ്മൽ മുദാനി ലഹു, ഇനി സ്ഥാനം അടുക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞല്ലോ. ഇന്നമാ യഅരിഫു ഖദ്റഹു ബി ഖദ്രി മാ ഇൻദഹു, അവരടുക്കലുള്ള ഖദ്ർ കൊണ്ട് തൂക്കാൻ കഴിയുള്ളൂ. ലാ ബി ഖദ്രിൽ ഗസാലി ഫീ നഫ്സി. ഒരു സ്പൂണോട് ഈ കോപ്പി എടുത്തിട്ട് കടലിലേക്ക് വെള്ളമിളക്കാൻ പോയാൽ ഇതിൻ്റെ അളവല്ലാണ്ട് കടലിന് കിട്ടൂലല്ലോ. കടലിലുള്ള വെള്ളം കഴിച്ചിൽ ഒതുക്കുന്നില്ല. സമയത്ത് ഷെയ്ഖൽ ഇമാമ യാനി വാലിദഹു, ആരവർ ഇപ്പം പറഞ്ഞാൽ താജുദ്ദീൻ സുബ്കി അല്ലേ, ഓറ ബാപ്പ തഖിയുദ്ദീൻ സുബ്കി. ബാപ്പ പറയുന്നത് ഞാൻ കേട്ടു, ലാ യഅരിഫു ഖദ്റ ശഖ്സി ഫിൽ ഇൽമി, ഒരു ഇൽമിൻ്റെ വിഷയത്തിൽ ഒരു ശഖ്സിൻ്റെ ഖദർ അറിയൂല, ഇല്ലാ മൻ സാവഹു ഫി റുതുബത്തിഹി, റുതുബയിൽ അവരോട് തുല്യമായ ഒരാൾക്കല്ലാതെ. വഖാലതഹു മഅ ദാലിക, അതോടൊപ്പം ഓറ കൊടുത്ത് എന്താക്കണം, കുറേ കഴിഞ്ഞു കൂട്ടണം ഒന്നിച്ച്. വഇന്നമാ യഅരിഫു ഖദ്റഹു ബിമിഖ്താരി മാ ഊതിയഹു ഹുവ, ഇവന് നൽകപ്പെട്ട ഇൽമിൻ്റെ അനുസരിച്ചിട്ട് കിട്ടാനേ പറയാനേ കഴിയുള്ളൂ. എന്തൊരു വാക്കാത്. എന്നാടെ വെക്കാൻ തോന്നുന്നു.